ഇപ്പം ചാക്കോച്ചൻ ആദ്യം നിർമ്മിക്കുന്ന ഈ കൊച്ചപ്പ പോലോ അയ്യപ്പ കോയിലോ ഓണത്തിനാണ് തിയേറ്ററിൽ എത്തുന്നത് റിലീസിങ്. അതെന്താ അങ്ങനെ ഒരു യാദൃശ്യമായിട്ടാണോ അത് മനഃപൂർവ്വം ഒരു ഉത്സവ സമയത്ത് ഇറക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്, നേരത്തെ പ്ലാൻ ചെയ്തതാണോ, എന്താണത്? രണ്ടുമുണ്ട്. യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്, എന്നാൽ ചെറിയൊരു പ്ലാനിങ്ങും അതിൻ്റെ പുറകിലുണ്ട്. കാരണം നമ്മുടെ ഇതിൻ്റെ ഷൂട്ടിംഗ്, എനിക്ക് സംശയം എന്താണെന്ന് അറിയോ, ഇതിന് ഡേറ്റ്സ് ഏറ്റവും കൂടുതൽ കുഴപ്പിച്ച വ്യക്തി ആരാന്നറിയോ? മറ്റാരുമല്ല, ഈ മഹാൻ തന്നെ. ഈ പ്രൊഡ്യൂസറാണ് ഡേറ്റ് കുഴപ്പിച്ചത്. അതായത് ആദ്യം ഒരു 10 ദിവസം തരും, പിന്നെ കാണൂല, പിന്നെ കുറെ കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ 10 ദിവസം തരും. അപ്പൊ അങ്ങനെ എനിക്ക് സംശയം എന്താ വെച്ചാൽ ഇങ്ങനെ നീക്കി ഓണത്തിലേക്ക് എത്തിച്ചതാണോ, അതാ ഞാൻ ചോദിച്ചത്. സിദ്ധു എൻ്റെ അടുത്ത് പറഞ്ഞു, സിദ്ധു പറഞ്ഞു നമ്മളെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട്, അപ്പം അതിൻ്റെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ശരിക്കും സെക്കൻഡ് ഷെഡ്യൂളും തേർഡ് ഷെഡ്യൂളും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ ഇതിനിടയ്ക്ക് സിദ്ധു നിവിൻ്റെ പടത്തിൻ്റെ ഒരു ചെറിയൊരു വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നു. അപ്പം ആദ്യത്തെ 2 ഷെഡ്യൂളിൻ്റെയും ഡബ്ബിങ് ചെയ്ത് തീർത്ത് എല്ലാം കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പണി തീർന്നല്ലോ. അപ്പം ഈ അതിൻ്റെ ഡബ്ബിങ്ങിന് വേണ്ടി എന്നെ വിളിച്ചിട്ട് ഞാൻ ഇതുവരെ ഡേറ്റ് കൊടുത്തില്ല. അവസാനം സിദ്ധു പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ പ്രൊഡ്യൂസറാണോ മനുഷ്യൻ? എൻ്റെ 2 കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, എൻ്റെ അമ്മയും ഒക്കെ. ആ പ്രൊഡ്യൂസർ വിളിച്ചു വെച്ചാൽ ഞാൻ എന്ത് പറയും, ഇതിൻ്റെ മെയിൻ നായകൻ ഡേറ്റ് ചെയ്തില്ല, ഡബ്ബ് ചെയ്തില്ല. അപ്പോൾ തമാശക്കാണെങ്കിലും. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സിനിമ ശരിക്കും പിള്ളേർക്കുള്ള സിനിമയും കൂടിയാണ്. ശരിക്കും ഇന്നത്തെ ഒരു ജനറേഷനും നമ്മുടെ ജനറേഷനും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു നല്ല സിനിമയുടെ ഗണത്തിൽ പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആൾക്കാർ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ വന്ന് കാണുന്ന സമയങ്ങളിലൊന്നാണ് ഓണം, അല്ലെങ്കിൽ വിഷു, ഓണം, ആ സമയങ്ങൾ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 9-ാം തീയതി മുതൽ അവധികൾ തുടങ്ങിയ ഒരു 10 ദിവസം കണ്ടിന്യൂസ് അവധികൾ. കാരണം പെരുന്നാളിൻ്റെ ഈദിൻ്റെ അവധിയും കൂടെയാണ്. അപ്പോൾ ഈ രണ്ടും ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ അതിനുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ഒരു കുളവും നീന്തലൊക്കെ നമുക്ക് മെയിൻ ഏരിയയാണ്. അപ്പം ആ പരിസരങ്ങൾ ശരിക്കും ഈ മഴക്കാലത്ത് ഷൂട്ട് ചെയ്താൽ അതിൻ്റെ ഭംഗി ഭയങ്കരമായിരിക്കും. അപ്പോൾ ശരിക്കും നമുക്ക് ഇതിൻ്റെ ഷൂട്ടിങ് വേണമെങ്കിൽ 2 ഷെഡ്യൂൾ അല്ലെങ്കിൽ 3 ഷെഡ്യൂൾ തീർക്കാവുന്നതായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് മഴ വേണം. അപ്പോൾ സിദ്ധു പറഞ്ഞു, ഇത് നമുക്ക് നേരത്തെ തീർക്കണ്ടേ? നമ്മൾ തീർക്കണം. അപ്പോൾ മഴയൊക്കെ വന്നാൽ അത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും മഴയത്ത് തീർത്ത് തരണം അതൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ശരിക്കും മഴയുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ദിവസങ്ങൾ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. ജൂൺ ജൂലൈ നമ്മൾ ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് അതിന് മുമ്പ് വേണമെങ്കിൽ ഷൂട്ടിംഗ് തീർക്കായിരുന്നു. ചില സീനുകളൊക്കെ നമ്മൾ നാച്ചുറൽ മഴ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് മഴ വരുമ്പോൾ നമുക്ക് വിചാരിക്കുന്ന മഴ കിട്ടിയില്ലെങ്കിൽ ഉടനെ തന്നെ വേറൊരു സീനിന്റെ ഡ്രസ് ഇട്ട് ഉടനെ സീൻ എടുക്കും. മഴ വന്നു കഴിഞ്ഞാൽ വേറെ സീനാണെങ്കിൽ ആ സീനിന്റെ ഡ്രസ് ഇട്ട് പെട്ടെന്ന് അങ്ങനെ ചേഞ്ച് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇപ്പം ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഈ സിനിമയുടെ DA-യും എഡിറ്റിങ്ങും ഡബ്ബിങ്ങും ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ അവിടെയൊക്കെ സൗണ്ട് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ കൺസോളിലിരിക്കുന്ന ആൾക്കാർ പറയാറുണ്ട്, ഇത്രയും പച്ചപ്പ് കണ്ടിട്ട് ഒരു കുറേ നാളായി മലയാള സിനിമയിൽ എന്ന് പറയും. അപ്പോൾ അതിന്ന് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അപ്പോൾ അത് ശരിക്കും നീലിൻ്റെ കുഞ്ഞാണ് ക്യാമറ. നീല ഏറ്റവും നല്ല രീതിയിൽ അത് പകർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ യാദൃശ്ചികമായിട്ടാണ് സംഭവിച്ചത്. പക്ഷെ എന്നാൽ ഓണത്തിലേക്ക് നമ്മൾ നീട്ടിക്കൊണ്ടുവന്നതിൻ്റെ ഒരു ചെറിയ പ്ലാനിങ്ങും കൂടി ഇതിലുണ്ട്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഈ പച്ചപ്പ്, മഴ, നല്ല നല്ല പാട്ടുകൾ, കുറേ ഹ്യൂമർ സീൻസ്, ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിന് സംവിധായകൻ സിദ്ധാർത്ഥ ശിവയും ഒട്ടും മാച്ചിങ് അല്ലാത്ത നമുക്ക് തോന്നുന്നു. സിദ്ധാർത്ഥ ശിവന്റെ മുമ്പിൽ നല്ല പടങ്ങളാണ്. കാരണം 101 ചോദ്യങ്ങളൊക്കെ എത്ര തവണ കണ്ടാലും മതി വരില്ല. കാരണം നമ്മുടെ കണ്ണ് നനയിക്കുക അല്ലെങ്കിൽ ചിരിപ്പിക്കുക ഒരുപാട്. പക്ഷെ അതെന്തോ അന്നത്തെ മാർക്കറ്റിങ്ങിന്റെ പ്രശ്നം കൊണ്ട് ആ പടം ജനങ്ങളെടുത്ത് ശ്രദ്ധിച്ചില്ല. പക്ഷെ ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടിയ പടങ്ങൾ, അന്തർദേശീയ തലങ്ങൾ, പിന്നെ അയിനും ഈ പടവും, പിന്നെ അതുപോലത്തെ മറ്റ് 1-2 ചെറിയ പടങ്ങളുണ്ട്. അതെല്ലാം നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ട പടങ്ങളാണ്. എന്നാലും എന്താ പറയുക, ഒരു ഓടുന്ന സിനിമ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള സിനിമയല്ല പുള്ളി എടുത്തത്. അപ്പം അതെങ്ങനെയാണ് ഈ സിദ്ധാർത്ഥ ശിവ ഇതിലേക്ക് വരാനുള്ള കാരണം? ഇത് ശരിക്കും ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ, നല്ല സിനിമ ആൾക്കാർ, അത് ഏത് തരത്തിൽപ്പെട്ട സിനിമയാണെങ്കിലും നല്ല സിനിമയാണെങ്കിൽ അത് ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്. അത് ആൾക്കാർ തിയേറ്ററിൽ ചെന്ന് കണ്ട് വിജയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു നല്ല സിനിമയാണ് എന്ന് എനിക്ക് ഉറച്ച വിശ്വാസം. അതൊരു നല്ല ട്രെൻഡാണ് ഇപ്പോൾ സിനിമയിൽ ഉണ്ടായത്. കാരണം നമ്മൾ ഒരുപാട് പിന്നെ പബ്ലിസിറ്റി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും സിനിമ നല്ലതാണെന്ന് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആ സിനിമ കൊടുക്കും, അല്ലേ? പിന്നെ ഇതേപോലെ തന്നെ ഇപ്പം സിദ്ധാർത്ഥിനെ പറ്റി പറയുമ്പോൾ ഒരു സീരിയസ് സിനിമയുടെ വക്താവ് അല്ലെങ്കിൽ അങ്ങനത്തെ അവാർഡ് സിനിമകൾ എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ മാറ്റി നിർത്തുന്ന ഒരു രീതിയിലുള്ള ആളാണ്. പക്ഷേ പേഴ്സണലി നമുക്ക് പരിചയപ്പെട്ടപ്പോഴാണ് ഇദ്ദേഹത്തിൽ ഹ്യൂമർ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം നമ്മൾ അവാർഡ് സംവിധായകൻ സെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പിൻ ഡ്രോപ്സ് ആയി.
ഒരു ചിലപ്പോൾ വളരെ ഒരു സ്റ്റാർട്ട് പതുക്കെ പറഞ്ഞാൽ ഇത് ബഹളങ്ങളില്ലാത്ത ദിവസങ്ങളില്ലാന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് എന്റർടൈൻമെന്റ് ആയിരുന്നു. ഓരോരുത്തർക്കും നല്ല എനർജി കിട്ടുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ഇയാളുടെ ഒരു പെർഫോമൻസ് കൊണ്ട് ഒരു ഭയങ്കര എനർജി ആയിരുന്നു സിദ്ധാർത്ഥ് ശിവയുടെ. തീർച്ചയായിട്ടും ഒരുപാട് നല്ല ഗാനങ്ങൾ നമ്മുടെ സിനിമയുടെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. ഷാൻ 4 ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്, സൂരജ് ഒരു ഗാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉദയമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ആൾക്കാരെ എനിക്ക് ഉൾക്കൊള്ളിക്കുന്നു പറഞ്ഞപ്പോൾ ശരിക്കും യേശുദാസ് അല്ലെങ്കിൽ വയലാർ എന്ന് പറയുന്ന 2 പേരുകൾ അവരുടെ മക്കളിലൂടെ ഈ സിനിമയിൽ നമുക്ക് കൊണ്ടുവരാൻ സഹായിച്ചു. ഈ തലമുറ അവരുടെ വിജയ് സാസും വയലാർ ശരചന്ദ്രവർമ്മയും. അതും ഒരു നിമിത്തമായിട്ട് കാണുന്നത്. ഇതൊക്കെ എനിക്ക് പേഴ്സണലി സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഉദയയെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല സിനിമ, ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമ സിദ്ധുവിൻ്റെ ഇതുവരെയുള്ള സിനിമകളിൽ നിന്നും മാറി നിന്ന് കുറച്ചും കൂടെ ഒരു ആൾക്കാരിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയ സിദ്ധുവിൻ്റെ ഓരോ ഡയലോഗിനും ഒന്നല്ല ഒരുപാട് അർത്ഥങ്ങൾ എനിക്ക് തോന്നിയിരുന്നു. പലപ്പോഴും എല്ലാ സിനിമകളും ചെയ്യുമ്പോൾ നമ്മൾ ആ സിനിമ നന്നായിട്ട് ഓടണം, നന്നായിട്ട് വിജയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിറങ്ങുന്നത്. പക്ഷെ ചില സിനിമകൾ നമുക്ക് ഒരു വല്ലാത്തൊരു ആത്മാർത്ഥത, കാരണം അത് തുടക്കം മുതൽ ഒടുക്കം വരെ നിൽക്കുന്നതുകൊണ്ടാണോ അതോ ഒരുപാട് നല്ല ആളുകളുടെ കൂട്ടായ്മ പ്രവർത്തനം കൊണ്ടാണോ, അപ്പോൾ എല്ലാവരും കൂടെ ആത്മാർത്ഥമായിട്ട് സിനിമയെ സ്നേഹിക്കുന്നതുകൊണ്ടാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയുള്ള കുറച്ച് സിനിമകൾ എനിക്ക് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ കഴിഞ്ഞ ഉടനെ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കും, ഈ സിനിമ വിജയിക്കണേ, നല്ലൊരു സിനിമയാണ്, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടാവും. അങ്ങനെ വിജയിച്ച് ഞാൻ ചാക്കോച്ചൻ്റെ മുഖത്ത് വെറുതെ പറയല്ലേ, നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് വിജയിച്ചൊരു സിനിമയാണ് അനിയത്തി പ്രാവ്. സത്യമാണ്. അപ്പോൾ അത് ആ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ്. അതേപോലെ തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സോട് തോന്നിയൊരു കാര്യമാണ്, എല്ലാവരും ഒരുമിച്ച് ഈ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം അതുപോലെ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ ഓണം എനിക്ക് ഒരുപാട് പ്രത്യേകത ഉള്ളതാണ്. കാരണം 30 വർഷത്തിന് ശേഷം ഉദയയുടെ ബാനറിൽ ഒരു പടം നിർമ്മിക്കാൻ സാധിക്കുന്നു. അത് ഓണക്കാലത്ത് റിലീസ് ചെയ്യുന്നു. അതൊരു നല്ല സിനിമയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും ഇതിൽ വർക്ക് ചെയ്യുന്നു. ഒരു നല്ലൊരു ഉത്സവകാലം നമുക്ക് ഇതിൻ്റെ റിലീസിന് വേണ്ടി ലഭിക്കുന്നു. തീർച്ചയായിട്ടും നല്ലൊരു സിനിമയുടെ ഭാഗമായി ഉദയയ്ക്ക് തിരിച്ചു വരവ് നല്ലൊരു സിനിമയിലൂടെ കൊണ്ടുവരുന്നു. ഒരുപാട് സുഹൃത്തുക്കളോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇതിൻ്റെ ഓരോ ടെക്നീഷ്യൻസും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരും ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ചില ആൾക്ക് ഇപ്പം മ്യൂസിക്കിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഷാനിനെയൊക്കെ ഞാൻ ഏറ്റവും ലാസ്റ്റ് മിനിറ്റിലാണ് ചിലപ്പോൾ കോൺടാക്ട് ചെയ്യുന്നത് ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷം. അപ്പോഴും ഷാനൊക്കെ ഒരു മടിയും കൂടാതെ ഇതുവരെ സഹകരിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ടെക്നിക്കൽ സൈഡിലും മറ്റ് മാർക്കറ്റിംഗ് സൈഡിലും ഉള്ള ഒരുപാട് ആൾക്കാർ ഇതുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടുള്ള ഒരു നന്ദി അറിയിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം എന്നെ ഞാനാക്കിയ അല്ലെങ്കിൽ ഉദയയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ ഒരു അവസരം നൽകിയ പ്രേക്ഷകരോട് ഈ ഓണക്കാലത്ത് നിങ്ങൾക്കുള്ള ഒരു നല്ലൊരു ഓണസമ്മാനമായിട്ട് കൊച്ചാവ പൗലോ അയ്യപ്പ കൊയിലയെ കൊണ്ടുവരാൻ സഹായിച്ചതിന് ആ ഒരു അവസരം തന്നതിന് നന്ദി പറയുകയാണ്. ഈ ഓണക്കാലവും ഈ പെരുന്നാൾ കാലവും നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.